ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. 2500 പ്രശ്നബാധിത ബൂത്തുകൾ. കണ്ണൂരിൽ നിരോധനാജ്ഞ. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയില്ലെന്ന ആക്ഷേപം. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ തിരൂരിൽ LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനും മുസ്ലിം ലീഗും തമ്മിൽ വാക്പോര്. താനൂരിനെ പാകിസ്ഥാനുമായി ചേർത്ത് അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും താനൂർ വോട്ട് അപകടത്തിന് കാരണക്കാരൻ അബ്ദുറഹ്മാൻ എന്ന ലീഗ് പ്രചാരണത്തിനെതിരെ LDFും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. മഞ്ചേശ്വരത്തെ UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. പ്രളയ ദുരന്ത വിവാദത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ. 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടു. പ്രളയം ഒഴിവാക്കുന്നതിനു പകരം ആദ്യം ശ്രമിച്ചത് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ മാറ്റാനെന്ന് കുഴൽനാടൻ. നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. വാശിയേറിയ പ്രചാരണത്തിനും വാദപ്രതിവാദത്തിനുമൊടുവിൽ അസം നാളെ ജനവിധി എഴുതും. BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് നാളെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശബരിമലയിലെ യുവതീ പ്രവേശന നിയന്ത്രണം തുടരണമെന്ന വിവിധ മത ആചാരങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം തുടരുന്നു. കേസിൽ എല്ലാ കക്ഷികൾക്കും വാദത്തിന് സമയം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ്. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രതി തൂങ്ങി മരിച്ചു. മരിച്ചത് 6ാം പ്രതി വിനോദ്. വീടിന് സമീപത്തെ പറമ്പിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോടെ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച് ഇരുപക്ഷവും. ഹോർമൂസ് തുറക്കാൻ സമ്മതിച്ച് ഇറാൻ. ആക്രമണം നിർത്തിവെച്ചത് ആദ്യം അറിയിച്ചത് ട്രംപ്. അംഗീകരിക്കുന്നുവെന്ന് ഇറാൻ. പരിഹാരത്തിനായി ചർച്ച തുടരുമെന്ന് മധ്യസ്ഥരായ പാകിസ്ഥാൻ. US-ഉം ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ കുതിപ്പ്. സെൻസെക്സിലും നിഫ്റ്റിയിലും മുന്നേറ്റം. ഏഷ്യൻ വിപണിയിലും നേട്ടം. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 0.45% വർദ്ധിച്ച് 92.58 എന്ന നിലയിലെത്തി. അസംസ്കൃത എണ്ണവില 15% ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $100 താഴെയെത്തി. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 മണിക്ക് പരിഗണിക്കും. ആരോഗ്യസ്ഥിതി മോശമാണെന്നും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നും രഞ്ജിത്ത്. കസ്റ്റഡി അപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. IPL-ൽ ഇന്ന് ഡൽഹിയും ഗുജറാത്തും നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ. തുടർച്ചയായ 2 മത്സരങ്ങളും വിജയിച്ച് മികച്ച ഫോമിൽ ഡൽഹി. 2 മത്സരങ്ങളും തോറ്റ ഗുജറാത്ത് കളത്തിലിറങ്ങുന്നത് ആദ്യ ജയം തേടി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.